വാം വെൽക്കം എവറി വൺ. നമ്മൾ ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ കവർ ചെയ്യുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 2019 സ്കീമിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തിയറി എന്ന് പറഞ്ഞ പേപ്പറിൽ ലാസ്റ്റ് മോഡ്യൂൾ, അതായത് മോഡ്യൂൾ 5ൻ്റെ സിലബസിൻ്റെ കൂടെ കവർ ചെയ്തിരിക്കുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസാണ് ഇതിനകത്ത് ചെക്ക് ചെയ്ത് പോകുന്നത്. പാർട്ട് എയിൽ നിന്ന് 2 ക്വസ്റ്റ്യനും സിമിലർലി പാർട്ട് ബിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസാണുള്ളത്. പാർട്ട് എയിൽ ഷോർട്ട് ക്വസ്റ്റ്യനിലേക്ക് ഫസ്റ്റ് പോവാം. ഡിഫൈൻ ദ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ വിത്ത് ഇറ്റ്സ് ഇക്വലന്റ് സർക്യൂട്ട്. സോ ഡയറക്റ്റ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണിത്. ഇത് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി ആദ്യം ഇക്വേഷൻ കറക്റ്റ്ലി എഴുതുക. I1 I2 ഈക്വൽ ടു Y11 Y12 Y21 Y22 V1 V2, റൈറ്റ്. അപ്പം അതിൽ നിന്ന് നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. മെട്രിക്സ് ഫോമിലാകുമ്പോൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ ഫോമിൽ എഴുതാൻ എല്ലാം ഈ ഫോമിലാണ് മെട്രിക്സ് ഇക്വേഷൻസിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മെട്രിക്സ് ഫോമിൽ എഴുതിയത്. അതിൽ നിന്ന് I1 ഈക്വൽ ടു Y11 V1 പ്ലസ് Y12 V2 ആൻഡ് സിമിലർലി I2 ഈക്വൽ ടു Y21 V1 പ്ലസ് Y22 V2. സോ ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാൻ വേണ്ടി ഇക്വേഷൻ ശ്രദ്ധിക്കുക. I1 എന്ന് പറയുന്നത് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. ഫസ്റ്റ് ടേമും സിമിലർലി സെക്കൻഡ് ടേമും. അതായത് കറൻറ്റ് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന കറൻറ്റ് 2 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലായിട്ടിരിക്കുമ്പോൾ മാത്രമേ കറൻറ്റ് സ്പ്ലിറ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഇൻപുട്ട് കറൻറ്റ് I1 Y11 V1 ആയിട്ടും Y12 V2 ആയിട്ടും സ്പ്ലിറ്റ് ആകുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആ ടു പോർട്ട് ഇക്വലന്റ് സർക്യൂട്ടിലേക്ക് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇവിടെ കൂടെ വരുന്ന കറൻറ്റാണ് I1, റൈറ്റ്. ഈ കറൻറ്റാണ് I1. ഇവിടുത്തെ വോൾട്ടേജാണ് V1, റൈറ്റ്. ഇനി I1 സ്പ്ലിറ്റ് ആവുന്ന Y11 V1. അപ്പം Y11ൻ്റെ യൂണിറ്റ് അഡ്മിറ്റൻസ് ആണെന്ന് അറിയാം. I1 ബൈ V1 ആണ്, റൈറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ അത് അഡ്മിറ്റൻസ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ അഡ്മിറ്റൻസ് ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇവിടുത്തെ ഈ അഡ്മിറ്റൻസിന് അക്രോസ് വരുന്ന വോൾട്ടേജാണ് V1. ഇതിൻ്റെ വാല്യൂ Y11 ആയിരിക്കും, റൈറ്റ്. ഇനി അടുത്ത ഇത് സ്പ്ലിറ്റ് ആവുന്നത് Y12 V2 ആയിട്ടാണ്, റൈറ്റ്. ഈ Y12 V2 യൂണിറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Y12 എന്ന് പറയുന്നത് അഗെയിൻ അഡ്മിറ്റൻസ്, അതായത് 1 റെസിസ്റ്റൻസ്. സോ V2 ബൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ V/R. അപ്പോൾ ഇതും അഗെയിൻ കറസ്പോണ്ടിംഗ്ലി കറൻറ്റിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, റൈറ്റ്. അപ്പം ഇവിടെ ഞാനൊരു കറണ്ട് സോഴ്സ് കൊണ്ടുവന്ന് മാർക്ക് ചെയ്യാം, റൈറ്റ്. ഇനി ഈ കറണ്ട് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്? V2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ V2നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കറണ്ട് സോഴ്സാണ്. കണക്റ്റിംഗ് സൈൻ പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൗൺവേർഡാണ്. കാരണം പ്ലസ് നെഗറ്റീവ് നമ്മൾ ഇവിടെയും രണ്ടിടത്തും പ്ലസ് നെഗറ്റീവ് ഈ ഫോമിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് Y12 V2, റൈറ്റ്. സിമിലർലി നമുക്ക് ഔട്ട്പുട്ട് സൈഡ് ചെക്ക് ചെയ്യാം. ഔട്ട്പുട്ട് സൈഡിൽ എഗെയിൻ I2 എന്ന് പറയുന്നത് 2 കറൻറ്റിൻ്റെ ടേംസ് ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ ആ വരുന്ന കറൻറ്റിനെ I2 ആയിട്ട് മാർക്ക് ചെയ്തു. ഇവിടുത്തെ വോൾട്ടേജ് V2 ആണ്. ഫസ്റ്റ് വരുന്നു എന്ന് പറയുന്നത് Y22 V2. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷനാണ്. Y22 എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് ആണ്. അത് ഞാൻ Y22 ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ചെക്ക് ചെയ്യുക Y21 V1. അത് കറൻറ്റിൻ്റെ യൂണിറ്റ് ആണെന്ന് കണ്ടു. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് സോഴ്സാണ്, ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സാണ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കറണ്ട് സോഴ്സാണ്? V1നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എഗെയിൻ അതിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ് Y21 V1, റൈറ്റ്. സോ ഇതേ കണക്ക് ഏത് 2 പോർട്ട് പാരാമീറ്ററിൻ്റെ ചോദിച്ചാലും നമുക്ക് ഈ കൺസെപ്റ്റ് വെച്ച് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡെഡ്യൂസ് Z പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് H പാരാമീറ്റേഴ്സ് എന്നാണ് ക്വസ്റ്റ്യന് പറയുന്നത്. അപ്പം Z പാരാമീറ്റേഴ്സ് H പാരാമീറ്റേഴ്സിൻ്റെ ഫോമിൽ എഴുതാനാണ്. അപ്പം ഇങ്ങനെ കൺവേർഷൻ്റെ എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം തന്നെ എക്സ്പ്രഷൻസ് എഴുതുക. അതായത് V1 V2 ഈക്വൽ ടു മെട്രിക്സ് ഞാനത് എഴുതുകയാണ്. അപ്പോൾ Z മെട്രിക്സ് എഴുതി. V1 ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2 ആൻഡ് സിമിലർലി V2 ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. സിമിലർലി H പാരാമീറ്റേഴ്സ് എഴുതുകയാണ്. V1 I2, റൈറ്റ്. സോ ഇപ്പോൾ H മെട്രിക്സും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റർ Z പാരാമീറ്റേഴ്സ് എസ് പാരാമീറ്റേഴ്സിൻ്റെ ഫോമിൽ എഴുതാനാണ് ക്വസ്റ്റ്യന് പറയുന്നത്. അപ്പം ഇതിൽ ഓരോ ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് ഞാൻ എഴുതുകയാണ്. അതായത് ഇതിലെ ഫസ്റ്റ് വൺ V1 ആണ്, നെക്സ്റ്റ് I1 I2 ഉണ്ട്. അപ്പോൾ V1 I1 I2. സിമിലർലി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് V2 I1 I2, റൈറ്റ്. ഇത് വേഴ്സസ്, റൈറ്റ്.
അടുത്ത നമ്മൾ എഴുതുന്ന സെറ്റ് ഇത് എക്സാമിനേഷന് ടിപ്പായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ഞാനിത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ ഇത് റഫർക്കായിട്ട് മാത്രമേ അവിടെ എഴുതി കാണിക്കാവൂ. സോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ V1 ഉണ്ട്, I1 V2, V1 I1 V2. സിമിലർലി ഇവിടെയാണെങ്കിലോ I2 I1 V2, റൈറ്റ്. സോ 4 എലമെൻറ്റ്സ് ഉള്ളത്, അതായത് V1 V2 I1 I2ൽ 3 എണ്ണവും ഓരോ റോയിലായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്, റൈറ്റ്. അപ്പം ഇനി ഇത് ചെക്ക് ചെയ്യുക, ഇതിൽ ഏതെങ്കിലും 2 എണ്ണമെങ്കിലും സിമിലർ ആയിരിക്കും. അതായത് ഞാൻ മീൻ ചെയ്യുന്നത് ഇപ്പം ഫസ്റ്റ് ഇസഡ് പാരാമീറ്റേഴ്സിൻ്റെ എടുക്കുകയാണ്. ഇസഡ് പാരാമീറ്റേഴ്സിൻ്റെ ചെക്ക് ചെയ്യുക, V1 I1 I2 അതാണോ ഇവിടെ ഉള്ളതെന്ന് നോക്കുക. അതല്ല, റൈറ്റ്. ഇവിടെ ഉള്ളത് V1 I1 V2 ആണ്, ഇവിടെ V1 I1 I2 ആണ്. അപ്പം ഈ സെറ്റ് നമുക്കിപ്പോൾ ആദ്യത്തെ കേസിൽ എടുക്കാൻ കഴിയില്ല. ഈ രണ്ടാമത്തെ കേസ് നോക്കുക, V2 I1 I2 അത് തന്നെയാണ് ഇവിടെ ഉള്ളത്, I2 I1 V2. അത് ഓർഡർ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ കറസ്പോണ്ടിങ് എച്ച് മെട്രിക്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണ്ടത് V2 ഇൻ ടേംസ് ഓഫ് I1 I2 ആണ്. നമുക്ക് എച്ച് പാരാമീറ്ററിലുള്ളതാണെങ്കിലോ I2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് V2 ആണ്, റൈറ്റ്. അപ്പം ഈ I2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് V2നെ V2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് I2 ആയിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സോ ഇപ്പോൾ ഉള്ളത് I2 ഈക്വൽ ടു S21 I1 പ്ലസ് H22 V2 ആണ്. സോ ഇത് V2ൻ്റെ ടൈമിലൊന്ന് റീഅറേഞ്ച് ചെയ്തത്, അതായത് S22 V2 ഈക്വൽ ടു I2 മൈനസ് S21 I1, റൈറ്റ്. ഇനി V2ൻ്റെ ടൈമിലേക്ക് അത് മാറ്റി എഴുതുമ്പോൾ V2 ഈക്വൽ ടു ആദ്യം വേണ്ടത് I1ൻ്റെ ടൈമാണ് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് I1ൻ്റെ ടൈം എടുക്കുകയാണ്, മൈനസ് S21 I1 ബൈ H22, റൈറ്റ്, പ്ലസ് I2 ബൈ H22, റൈറ്റ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കമ്പയർ ചെയ്യുന്നതോടുകൂടി ആൻസർ ആയി കഴിഞ്ഞു. ഇതിൽ ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ്, അതായത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്തായിരുന്നു, V2 ഇസഡ് മെട്രിക്സ് നിന്ന് കിട്ടുന്നത് V2 ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2 ആണ്. അപ്പോൾ ഇനി ഇത് കമ്പയർ ചെയ്യുമ്പം Z21 എന്ന് പറയുന്നത് മൈനസ് S21 ബൈ S22 ആയി. സിമിലർലി 1 ബൈ H22 എന്ന് പറയുന്നത് Z22 ആയി. സോ അത് ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്, Z21 ഈക്വൽ ടു മൈനസ് H21 ബൈ H22 ആൻഡ് Z22, റൈറ്റ്. ഇത് Z22 ആണ്. Z22 ഈക്വൽ ടു 1 ബൈ H22. അപ്പോൾ നമ്മളിപ്പം 3 മാർക്ക്, ഇപ്പം നമ്മൾ 3 മാർക്കിൻ്റെ പകുതി മാർക്ക് സ്കോർ ചെയ്തു. ഇനി ബാലൻസ് പകുതി മാർക്കും കൂടെ സ്കോർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ ഇനി നമുക്കിത് ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ V1 I1 I2 ആണുള്ളതെന്ന് പറഞ്ഞു, ഇവിടെ V1 I1 V2 ആണുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി V2 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും, റൈറ്റ്. V2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോടെ ഇതും I1 I2ൻ്റെ ടേംസിലായി കഴിഞ്ഞു. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ സെറ്റ്, അതായത് എച്ച് മെട്രിക്സും V1 I1 I2ൻ്റെ ടേംസിലേക്ക് മാറും. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ എക്സ്പ്രഷൻ തന്നെ എഴുതുകയാണ്, എച്ച് മെട്രിക്സിൻ്റെ V1 ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2, റൈറ്റ്. ഇതിൽ H11 I1 പ്ലസ് H12 ഇപ്പോൾ കിട്ടിയ V2, റൈറ്റ്. V2 എന്ന് പറയുന്നത് മൈനസ് H21 ബൈ H22 I1 പ്ലസ് I2 ബൈ H22, റൈറ്റ്. ഇനി ഇതൊന്ന് നേരെ രീതിയിൽ റീഅറേഞ്ച് ചെയ്താൽ മതി. അതായത് V1 ഈക്വൽ ടു I1ൻ്റെ ടൈംസ് ആദ്യം എടുക്കുക, H11 മൈനസ് H21 H12 ബൈ H22, റൈറ്റ്. സിമിലർലി നെക്സ്റ്റ് വൺ പ്ലസ് I2ൻ്റെ ടേംസ് എന്ന് പറയുന്നത് H12 ബൈ H22, റൈറ്റ്. ഇത് എനിക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പം I1 ഇൻറ്റു H22 കൊണ്ടുവന്ന് ഇവിടെ മൾട്ടിപ്ലൈ ആണ്. അതായത് H11 H22 മൈനസ് H12 H21 ബൈ H22 പ്ലസ് I2 ഇൻറ്റു H12 ബൈ H22, റൈറ്റ്. ഇനി നമുക്ക് ഇസഡ് മെട്രിക്സുമായിട്ട് ഇത് കമ്പയറബിൾ ആയി കഴിഞ്ഞു. അതായത് ഇസഡ് മെട്രിക്സ് V1 ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2 ആണ്, റൈറ്റ്. അപ്പോൾ ഇതിൽ Z11 ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇത്, റൈറ്റ്. സിമിലർലി ഈ ഫാക്ടർ, അതായത് Z12 ആണ് ഈ കിട്ടിയിരിക്കുന്ന H12 ബൈ H22. സോ ഇതിൽ Z11നെ നമുക്കൊന്നുകൂടെ വൃത്തിയായിട്ട് എഴുതുമ്പം
ഡെൽറ്റ എച്ച് H11 H22 മൈനസ് H12 H21 എന്ന് പറയുന്ന ഡെൽറ്റ എച്ച് ആണ്, ഡിറ്റർമിനൻ്റ് ആണ്. ഡെൽറ്റ എച്ച് ബൈ H22 ആൻഡ് Z12 ഈക്വൽ ടു H12 ബൈ H22. സോ 4 എലമെൻസും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. ഈ രീതിയിൽ നമുക്ക് ഏത് കൺവേർഷനും ചെയ്യാൻ കഴിയുന്നതുമാണ്. സോ നെക്സ്റ്റ് എസ് എ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് എസ് എ ക്വസ്റ്റ്യൻ 14 മാർക്കിൻ്റെതിനെ ഇവർ സ്പ്ലിറ്റ് ചെയ്ത് 10 മാർക്ക് ആൻഡ് 4 മാർക്കായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ 10 മാർക്കിൻ്റെയാണ്. ഡെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്സ് ഇൻ ടേംസ് ഓഫ് Z പാരാമീറ്റേഴ്സ്, Y പാരാമീറ്റേഴ്സ് ആൻഡ് H പാരാമീറ്റേഴ്സ്. സോ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് എക്സാക്ട്ലി സിമിലർ ആണ്. ആ കൺസെപ്റ്റ് മാത്രമേ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നുള്ളൂ. പുതുതായിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. വെറും റിപ്പറ്റീഷൻ ടൈപ്പ് ഓഫ് വർക്കാണ് ഇതിനകത്ത് മീൻ ചെയ്ത് പോകുന്നത്. സോ ഇവിടെ ആ പാരാമീറ്റേഴ്സിൽ മാത്രം വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കണക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് എളുപ്പം നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇത് കണക്കുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഫസ്റ്റ് ഡെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ്. ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് ഞാൻ ഇവിടെ എഴുതുകയാണ്, റൈറ്റ്. V1 I1 ഈക്വൽ ടു മാട്രിക്സ് A B C D, റൈറ്റ്. V2 മൈനസ് I2. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മളടുത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് Z പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ Z പാരാമീറ്റേഴ്സ് ഇതുപോലെ എഴുതുകയാണ്. സോ Z പാരാമീറ്റേഴ്സ് ഞാനിപ്പം നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് കേസുമായിട്ട് ലാസ്റ്റ് പ്രോബ്ലമായിട്ട് സിമിലർ ആണ്. ഇവിടത്തുള്ള പാരാമീറ്റേഴ്സ്, അതായത് ഇവിടുത്തെ വേരിയബിൾസ്, റൈറ്റ്. V1 V2 മൈനസ് I2 ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സിൻ്റെ വേരിയബിൾസ് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എന്നുള്ള എഴുതുകയാണ്. ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ആയിട്ടുള്ള V1 V2 മൈനസ് I2. സിമിലർലി നെക്സ്റ്റ് സെറ്റ് ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് I1 V2 മൈനസ് I2 ആണ്. അത് വേഴ്സസ്, റൈറ്റ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് V1 I1 I2 ഫസ്റ്റ് സെറ്റ്. സിമിലർലി സെക്കൻഡ് സെറ്റ് V2 I1 I2, റൈറ്റ്. ഇനി ഈ രണ്ട് സെറ്റുകളും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സിമിലർ ആയിട്ട് വരും. എഗെയിൻ V1 V2 മൈനസ് I2, ഇവിടെ V2 ഇല്ല, I1 ആണുള്ളത്. ഇനി ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴോ I1 V2 മൈനസ് I2, അത് തന്നെയാണ് I1 I2 V2. ഓർഡർ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ ഇക്വേഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ Z മെട്രിക്സ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ തന്നെ നമുക്ക് കറസ്പോണ്ടിംഗ്ലി ആൻസേഴ്സിലേക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്കുള്ള Z മെട്രിക്സ് എന്ന് പറയുന്നത് V2 ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. നമുക്കത് റീഅറേഞ്ച് ചെയ്ത് എഴുതേണ്ട I1ൻ്റെ ടൈംസിലാണ്. സോ Z21 I1 ഈക്വൽ ടു I1 കഴിഞ്ഞിട്ട് വരേണ്ട ടൈം V2 ആണ്, റൈറ്റ്. അപ്പോൾ V2 പിന്നീട് I2ൻ്റെ ടൈം, റൈറ്റ്. അപ്പോൾ പ്ലസ് അല്ല മൈനസ് ആയിരിക്കും, റൈറ്റ്. മൈനസ് Z22 I2 മൈനസ് Z22 I2. ഇനി എക്സാക്ട്ലി വേണ്ടത് I1ൻ്റെ ടൈമിലാണെന്ന് പറഞ്ഞു. അപ്പോൾ I1 ഈക്വൽ ടു V2 ബൈ Z21 മൈനസ് Z22 ബൈ Z21 I2, റൈറ്റ്. സോ ഇപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞു. ഇനി ഈ എക്സ്പ്രഷനായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ മതി. I1 ഈക്വൽ ടു CV2 മൈനസ് DI2 ആണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റി C ഈക്വൽ ടു 1 ബൈ Z21, റൈറ്റ്. അപ്പം C ഈക്വൽ ടു 1 ബൈ Z21. സിമിലർലി D ഈക്വൽ ടു Z22 ബൈ Z21, റൈറ്റ്. അപ്പോൾ അതിൽ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആയിക്കഴിഞ്ഞു. സിമിലർലി നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോടുകൂടി അടുത്ത സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി എക്സ്പ്രഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. V1 V2 മൈനസ് I2, അത് V1 I1 I2. അപ്പോൾ നമുക്ക് വേണ്ടത് I1 പാടില്ല, V2ൻ്റെ ടേംസിലേക്ക് വരണം. അപ്പോൾ I1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റൈറ്റ്. സോ V1 ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം I1ന് Z11 I1 എന്ന് പറയുന്നത് V2 ബൈ Z21 മൈനസ് Z22 ബൈ Z21 I2, റൈറ്റ്. അതിനോടൊപ്പം പ്ലസ് Z12 I2. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നമുക്ക് ആൻസേഴ്സ് വേണ്ടത് V1 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് V2ൻ്റെ ടൈം വരണം. അപ്പോൾ V2ൻ്റെ ടൈം ആദ്യം എഴുതാം. V2ൻ്റെ ടൈമിൽ വരുന്നത് Z11 ബൈ Z21. നെക്സ്റ്റ് വേണ്ടത് V1 V2 I2 മൈനസ് I2 ആണ്. അപ്പോൾ മൈനസ് I2 ആയിട്ട് തന്നെ നമുക്ക് എഴുതാം. മൈനസ് I2ൽ വരുന്നത് Z22 ബൈ Z21. ഇനി അതിനോടൊപ്പം ഇവിടെ ഒരു Z11 കൂടെ ഉണ്ട്, റൈറ്റ്. പിന്നെ ഈ പോർഷനിൽ മൈനസ് Z12, റൈറ്റ്. മൈനസ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നു.
സോ ലാസ്റ്റ് ചെയ്ത കണക്ക് V2 ഇൻറ്റു Z11 ബൈ Z21 മൈനസ് I2 ഇൻറ്റു Z21 കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ആണ്. അപ്പം സോ അതുകൊണ്ട് തന്നെ Z11 Z22 മൈനസ് Z12 Z21 ബൈ Z21. റൈറ്റ്. സോ ഇനി അത് കമ്പയർ ചെയ്യുന്നതോടുകൂടി ആൻസേഴ്സ് ആയി കഴിഞ്ഞു. അതായത് ഈ കിട്ടിയിരിക്കുന്നത് എ ആണ്. അല്ലെങ്കിൽ നമുക്ക് ആ എക്സ്പ്രഷൻ തന്നെ നോക്കാം. V1 ഈക്വൽ ടു എ V2 മൈനസ് ബി I2 ആണ്. ജസ്റ്റ് കമ്പയർ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റിയത് എ ഈക്വൽ ടു Z11 ബൈ Z21. സിമിലർലി ബി ഈക്വൽ ടു മുകളിലുള്ളത് അഗെയിൻ ഡെൽറ്റ ഇസെഡ് ആയി, ഡെൽറ്റ ഇസെഡ് ബൈ Z21. ഇത് Z21 ആണ്. റൈറ്റ്. സോ അപ്പം ഇതിൽ ഫസ്റ്റ് പോർഷൻ ഇസെഡ് പാരാമീറ്റേഴ്സിൻ്റെ കൺവേർഷൻ നമ്മൾ ചെക്ക് ചെയ്തു. സിമിലർലി വൈ പാരാമീറ്റർ ചെക്ക് ചെയ്യാം. സോ വൈ പാരാമീറ്റേഴ്സിന് വേണ്ടി നമുക്ക് ആദ്യം വൈ മെട്രിക്സ് ഒന്ന് എഴുതാം. I1 I2 ഈക്വൽ ടു, സോ വൈ മെട്രിക്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എഗെയിൻ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിൽ തന്നെ പോവാം. V1 റൈറ്റ്, ഇവിടുത്തെ വേരിയബിൾസ് എടുക്കുകയാണ്. V1 V2 മൈനസ് I2 ആണ് ട്രാൻസ്മിഷൻ പാരാമീറ്ററിൻ്റെ ഫസ്റ്റ് സെറ്റ്. സിമിലർലി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് I1 V2 മൈനസ് I2. അതും ഇനിയിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വൈ മെട്രിക്സ് ആണ്. സോ അതുകൊണ്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ വേരിയബിൾസ് എടുക്കുകയാണ്. I1 V1 V2 സിമിലർലി I2 V1 V2 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സെറ്റ് സിമിലറായിട്ട് തന്നെ വരും. സോ ഇപ്പോൾ ഇതിൽ സിമിലറായിട്ട് ഉള്ളത്, സോ ഇത് കമ്പയർ ചെയ്യുമ്പം ഈ സെറ്റും സിമിലർലി ഈ സെറ്റുമാണ് സിമിലറായിട്ട് വരുന്നത്. V1 V2 I2 ഇത് തന്നെയാണ് V1 V2 മൈനസ് I2. സോ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതേണ്ടത് V1ൻ്റെ ടൈംസിലാണ്. ഇപ്പം നമുക്ക് ഓൾറെഡി ഉള്ള ഇസെറ്റ് മെട്രിക്സ് ഇത് ഇസെറ്റ് മെട്രിക്സിൻ്റെയാണ്. സോ I2 ഈക്വൽ ടു റൈറ്റ് Y21 V1 പ്ലസ് Y22 V2 ആണ് നമ്മുടെ മുമ്പിലുള്ള എക്സ്പ്രഷൻ. ഇതിനെ നമുക്ക് V1ൻ്റെ ടൈമിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. സോ Y21 V1 ഈക്വൽ ടു I2 മൈനസ് Y22 V2. സോ അതിൽ നിന്ന് V1 ഈക്വൽ ടു ആദ്യം വരേണ്ടത് V2ൻ്റെ ടൈമാണ്. സോ മൈനസ് Y22 V2 ബൈ Y21. റൈറ്റ്. സോ നെക്സ്റ്റ് വരേണ്ടത് I2ൻ്റെ ടൈമാണ്. ദാറ്റ് ഈസ് 1 പ്ലസ് I2 ബൈ Y21 ആയിട്ട് എഴുതാം. റൈറ്റ്. ഇനി അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യുന്നതോടെ ആൻസർ ആയി കഴിഞ്ഞു. സോ അത് കമ്പാരിസന് വേണ്ടിയിട്ട് V1 ഈക്വൽ ടു എ V2 മൈനസ് ബി I2 കമ്പയർ ചെയ്യുമ്പോൾ എ ഈക്വൽ ടു ഈ ടൈം ആയിട്ട് തോന്നുന്നു. സിമിലർലി ബി ഈക്വൽ ടു 1 ബൈ Y21. റൈറ്റ്. സോ അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് എഴുതുകയാണ്. എ ഈക്വൽ ടു മൈനസ് Y22 ബൈ Y21 ആൻഡ് സിമിലർലി ബി ഈക്വൽ ടു മൈനസ് 1 ബൈ Y21. റൈറ്റ്. ഒരു നെഗറ്റീവ് സൈനിൻ്റെ കേസും കൂടെ വരും, സൈൻ ഡിഫറൻസ് ഉള്ളതുകൊണ്ട്. റൈറ്റ്. സോ നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഈ രണ്ട് സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. ഇവിടെ I1 V2 I2, ഇവിടെ I1 V2 V1 ആണ്. അപ്പോൾ V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൈറ്റ്. സോ അതിൽ നിന്ന് I1 ഈക്വൽ ടു നമുക്കറിയാവുന്ന എക്സ്പ്രഷൻ ആദ്യം എഴുതാം. I1 ഈക്വൽ ടു Y11 V1 പ്ലസ് Y12 V2. സോ ഇതിന് V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. സോ മൈനസ് Y22 ബൈ Y21 V2 റൈറ്റ്. V1 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പ്ലസ് I2 ബൈ Y21 Y11 ആയി V1 ആയി കഴിഞ്ഞു. ഇനി അതിൻ്റെ കൂടൊപ്പം Y11 മൾട്ടിപ്ലൈ ആണ്. പ്ലസ് Y12 V2. സോ Y11 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു മൈനസ് Y11 Y22 ബൈ Y21. അതിനോടൊപ്പം V2ൻ്റെ ഒരു ടേമും കൂടെ ഉണ്ട്. ഇതാണ് Y12 റൈറ്റ്. പ്ലസ് Y12 Y21 കൊണ്ടൊന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. കാര്യം ഡിറ്റർമിനൻ്റ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. സോ V2 പിന്നീടുള്ളത് Y11 ഇൻറ്റു Y11 ബൈ Y21 ഇൻറ്റു I2 റൈറ്റ്. അപ്പോൾ ഇനി ഇത് കമ്പയർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. കമ്പാരിസന് വേണ്ടി I1 ഈക്വൽ ടു CV2 മൈനസ് DI2 കമ്പയർ ചെയ്യുമ്പം C ഈക്വൽ ടു മൈനസ് ഡെൽറ്റ Y റൈറ്റ്, ഡിറ്റർമിനൻ്റ് ഓഫ് Y ബൈ Y21. സിമിലർലി D ഈക്വൽ ടു മൈനസ് Y11 ബൈ Y21 റൈറ്റ്. സോ സെക്കൻഡ് സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാം. സോ എച്ച് മെട്രിക്സ് ഞാൻ എഴുതുകയാണ്. V1 I2 ഈക്വൽ ടു, സോ ലാസ്റ്റ് ചെയ്ത പോലെ നമുക്ക് കമ്പയർ ചെയ്യാം. ആദ്യം കറസ്പോണ്ടിങ്ങിലെ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സിൻ്റെ എടുക്കുകയാണ്. V1 V2
മൈനസ് I2 I1 V2 മൈനസ് I2 വേഴ്സസ് H പാരാമീറ്റേഴ്സിൻ്റെ എടുക്കുകയാണ് V1 I1 V2 സിമിലർലി I2 I1 V2. നെക്സ്റ്റ് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സെറ്റ് പാരാമീറ്റേഴ്സെങ്കിലും കോമൺ ആയിട്ട് വരും. അഗെയിൻ ഇവിടെ വന്നിട്ടുണ്ട് I1 I2 V2, അത് തന്നെ ഇവിടെ വരുന്നുണ്ട് I1 I2 V2. സോ നമുക്ക് I2 ഈക്വൽ ടു I1 V1 ആയിട്ട് വരുന്ന എക്സ്പ്രഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് I1ൻ്റെ ടേംസിലേക്ക് എടുക്കാം. സോ തന്നിരിക്കുന്ന I2 ഈക്വൽ ടു H21 I1 പ്ലസ് H22 V2. ഇത് I1ൻ്റെ ഫോമിൽ റീഅറേഞ്ച് ചെയ്യണം. സോ I1 അതായത് H21 I1 ഈക്വൽ ടു ആദ്യം വരേണ്ടത് V2ൻ്റെ ടേമാണ്. സോ മൈനസ് H22 V2 പ്ലസ് I2, റൈറ്റ്. സോ ഇനി I1 ഈക്വൽ ടു മൈനസ് H22 ബൈ H21 V2 പ്ലസ് 1 ബൈ H21 I2, റൈറ്റ്. ഇനി ഇത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഫോമിലായി കഴിഞ്ഞു. കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ കറസ്പോണ്ടിങ്ലി ഈ എക്സ്പ്രഷൻ എടുക്കുകയാണ്. I1 ഈക്വൽ ടു CV2 മൈനസ് DI2. സോ C എന്ന് പറയുന്നത് ഈ ഫാക്ടറാണ്. സിമിലർലി D എന്ന് പറയുന്നത് മൈനസ് 1 ബൈ H21 അത് നോട്ട് ചെയ്യാം. C ഈക്വൽ ടു മൈനസ് H22 ബൈ H21 ആൻഡ് D ഈക്വൽ ടു മൈനസ് 1 ബൈ H21. സോ നെക്സ്റ്റ് അടുത്ത സെറ്റിന് വേണ്ടി V1 V2 മൈനസ് I2, ഇവിടെ V1 I1 V2. അപ്പം ഇവിടെ ഇല്ലാത്ത ടൈം I1 ആണ്. അപ്പോൾ I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V1 ഈക്വൽ ടു നമുക്ക് അറിയാവുന്ന എക്സ്പ്രഷൻ ഇതാണ് H11 I1 പ്ലസ് H12 V2. ഇതിൽ നമുക്ക് കറസ്പോണ്ടിങ്ലി I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ V1 ഈക്വൽ ടു H11 I1 എന്ന് പറയുന്നത് മൈനസ് H22 ബൈ H21 V2 പ്ലസ് 1 ബൈ H21 I2, റൈറ്റ്. I2 ഇവിടെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ H11 ഇൻറ്റു I1 ചെയ്ത് കഴിഞ്ഞു പ്ലസ് H12 V2. സോ ഇവിടെ എഴുതേണ്ടത് V1 ഇൻ ടേംസ് ഓഫ് V2 ആൻഡ് I2 ആണ്. അപ്പോൾ V2ൻ്റെ ടേംസ് ആദ്യം എടുക്കാം. V2ൻ്റെ ടേംസിൽ വരുന്നത് മൈനസ് H11 H22 ബൈ H21 പ്ലസ് H12. അഗെയിൻ അവിടെയും കോമൺ ആക്കി ഡിറ്റർമിനൻ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ H21 കൊണ്ട് മൾട്ടിപ്ലൈ കൂടെ ചെയ്തു. അപ്പോൾ V2ൻ്റെ ടേംസ് ആയി കഴിഞ്ഞു. പിന്നീട് വരേണ്ടത് I2ൻ്റെ ടേമാണ്. I2ൻ്റെ ടേമായിട്ട് വരുന്നത് പ്ലസ് H11 ബൈ H21 I2, റൈറ്റ്. സോ ഇത് കമ്പയർ ചെയ്യുന്നതോടുകൂടി ഈ സെറ്റും ആൻസേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യും. സോ അതിൽ നിന്ന് A ഈക്വൽ ടു ഡെൽറ്റ H ആണ്, ഇത് മൈനസ് ഡെൽറ്റ H ആണ്. സോ മൈനസ് ഡെൽറ്റ H ബൈ H21, റൈറ്റ്. സിമിലർലി B ഈക്വൽ ടു മൈനസ് H11, റൈറ്റ്, മൈനസ് H11 ബൈ H21. ഇവിടെ ഇതുമായിരുന്നു തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, റൈറ്റ്. അപ്പോൾ കമ്പയർ ചെയ്യുന്നതോടെ എയും ബിയും ഒബ്റ്റെയിൻ ചെയ്യും. സോ ഈ രീതിയിൽ നമുക്ക് ഇതിപ്പോൾ തന്നിരിക്കുന്നതിന് പുറമെ ഏത് ടൈപ്പ് ഓഫ് കൺവേർഷൻ വന്നാലും ഈ ഫോമിലാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് ബൈഹേർട്ട് ചെയ്യുന്നതിനേക്കാളും എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ രീതിയിലുള്ള കൺവേർഷൻ ടെക്നിക്സ് ആണ്. കാര്യം ഇൻഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈ ബേസ് ആയിട്ടുള്ള കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. സോ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഹൗ ടു ഡിറ്റർമൈൻ ദ ഗീവൺ 2 പോർട്ട് നെറ്റ്വർക്ക് ഈസ് സിമെട്രിക്കൽ. സോ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് എങ്ങനെ സിമെട്രിക്കലാണ് ആകും എന്നുള്ളതാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. സോ അതിനുവേണ്ടി വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോ അറ്റ് 1 പോർട്ട്, റൈറ്റ്, വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോ അറ്റ് 1 പോർട്ട് മസ്റ്റ് ബി ഈക്വൽ ടു വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോ അറ്റ് അനദർ പോർട്ട്, റൈറ്റ്. Right, so voltage to current ratio at one port must be equal to voltage to current ratio at other port. അതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യേണ്ട കണ്ടീഷൻ ഇതാണ്, വിത്ത് വൺ ഓഫ് ദി പോർട്സ് ഓപ്പൺ ഓർ ക്ലോസ്ഡ് സർക്യൂട്ട്സ്, റൈറ്റ്. വിത്ത് വൺ ഓഫ് ദ പോർട്സ് അത് കറസ്പോണ്ടിംഗ്ലി ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സിനെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ് സാധാരണ വരുന്നത്. വിത്ത് വൺ ഓഫ് ദ പോർട്സ് ഓപ്പൺ സർക്യൂട്ട്, റൈറ്റ്. സോ ഇതാണ് ഇതിൻ്റെ ബേസിക്കലി ആയിട്ടൊരു സിമെട്രി ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് കിട്ടുന്നൊരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കറസ്പോണ്ടിങ് മെട്രിക്സ് ബിസെറ്റ് പാരാമീറ്റേഴ്സ് എടുക്കുമ്പം വോൾട്ടേജ് ടു കറൻറ്റ് റേഷ്യോ അറ്റ് 1 പോർട്ട് വിത്ത് അതർ പോർട്ട് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പം അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു പോർട്ടിൻ്റെ ഇമ്പിഡൻസ് ആണ്. അത് തന്നെയാണ് അടുത്ത പോർട്ടിൻ്റെ, അതായത് സെക്കൻഡ് പോർട്ടിൻ്റെ ഇമ്പിഡൻസ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ
അത് സിമെട്രിക് ആയിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ചെക്ക് ചെയ്ത് പോകുന്നത്. സോ ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിൽ നിന്ന് ഫർദർ എന്താണ് ഇവർ മീൻ ചെയ്യുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ക്ലിയർ അല്ല. എനിവേ നമുക്ക് അതിന് ഒരു എക്സാമ്പിൾ വഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം അതിനുവേണ്ടി നമുക്ക് ഇസെറ്റ് മെട്രിക്സ് തന്നെ എഴുതാം. V1 ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2. സിമിലർലി V2 ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. സോ ഇതിൽ വൺ ഓഫ് ദ പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് നോക്കാം. കാരണം ഇവിടെ ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് I2 ആണ്. സോ I2 അല്ലെങ്കിൽ I1 ആണ്. സോ ഇവിടെ ആദ്യം ഞാൻ I2 ഈക്വൽ ടു 0 ആക്കണം. അപ്പോൾ I2 ഈക്വൽ ടു 0 ആക്കുന്നതോടെ ഫസ്റ്റ് എക്സ്പ്രഷൻ V1 ഈക്വൽ ടു Z11 I1. ഇനി ഈ V1ൻ്റെ സ്ഥാനത്ത് ഞാൻ സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്, ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. സോ അല്ലെങ്കിൽ സോഴ്സ് വോൾട്ടേജ് ഞാൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ VS/I1 ഈക്വൽ ടു Z11 എന്ന് ഒബ്റ്റെയിൻ ചെയ്തു. ഇത് ഫസ്റ്റ് സെറ്റായിട്ട് വന്നു. സിമിലർലി നമുക്ക് സെക്കൻഡ് സെറ്റ് ഒബ്റ്റെയിൻ ചെയ്യാം. അതിനുവേണ്ടി I1 ഈക്വൽ ടു 0 ആക്കാം. I1 ഈക്വൽ ടു 0 ആക്കി ഞാൻ ഈ എക്സ്പ്രഷനിൽ അപ്ലൈ ചെയ്യുമ്പം അടുത്ത പോർട്ടിൻ്റെ കിട്ടും. അതായത് V2 ഈക്വൽ ടു Z22 I2. ഇവിടെ സെക്കൻഡ് പോർട്ടിലാണ് ഞാൻ സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം സോ VS/I2 ഈക്വൽ ടു Z22. ഇത് എക്സ്പ്രഷൻ നമ്പർ 2 ആണ്. സിമെട്രി ആവണമെന്നുണ്ടെങ്കിൽ 1 ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തു Z11 ഈക്വൽ ടു Z22. റൈറ്റ്. സിമിലർലി നമുക്ക് Y മെട്രിക്സിൻ്റെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം Y മെട്രിക്സ് എഴുതാം. I1 ഈക്വൽ ടു Y11 V1 പ്ലസ് Y12 V2. സിമിലർലി I2 ഈക്വൽ ടു Y21 V1 പ്ലസ് Y22 V2. റൈറ്റ്. സോ വിത്ത് വൺ ഓഫ് ദ പോർട്ട്സ് ഓപ്പൺ സർക്യൂട്ട് ആയിരുന്നു ഇസെറ്റ് പാരാമീറ്ററിൽ. ഇവിടെ ഇതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റർ V1 V2s ആണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം V2 ഈക്വൽ ടു 0 ആക്കാം. ഇവിടെ ചെയ്ത കണക്ക് ഇവിടെ I2 ഈക്വൽ ടു 0 ആക്കി. ഇവിടെ ഞാൻ V2 ഈക്വൽ ടു 0 ആക്കാം. V2 ഈക്വൽ ടു 0 ആക്കുമ്പം എനിക്ക് I1 ഈക്വൽ ടു Y11 V1 എന്ന് വന്നു. റൈറ്റ്. ഇതിൽ V1 ആണ് സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ആണ്. സോ VS/I1 ഈക്വൽ ടു 1/Y11. റൈറ്റ്. ഇത് എക്സ്പ്രഷൻ നമ്പർ 1 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. സിമിലർലി ഞാൻ നെക്സ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ V1 ഈക്വൽ ടു 0 ആക്കും. V1 ഈക്വൽ ടു 0 ആക്കുമ്പോൾ എനിക്ക് I2 ഈക്വൽ ടു Y22 V2 എന്ന് വന്നു. റൈറ്റ്. ഇവിടെ ഞാൻ V2നാണ് സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം സോ VS/I2, അതായത് V2/I2 ആ പർട്ടിക്കുലർ പോർട്ടിൻ്റെ വോൾട്ടേജ് ടു കറണ്ട് റേഷ്യോ എടുക്കണം. സോ അത് ഈക്വൽ ടു ഇവിടെ 1/Y22 എന്ന്. എഗെയിൻ ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മാർക്ക് ചെയ്യാൻ പറ്റി Y11 ഈക്വൽ ടു Y22. സോ ഈ രീതിയിലാണ് ഇത് ചെയ്തു പോകേണ്ടത്. റൈറ്റ്. സോ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 14 മാർക്സിൻ്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. 2 identical sections of the following networks are connected in parallel. Obtain the Y parameters of the combination. സോ ഇതേ കണക്കുള്ള ഈ ഒരു സർക്യൂട്ടിൻ്റെ കൂടെ സിമിലർ ആയിട്ടുള്ളൊരു സർക്യൂട്ട് പാരലായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ Y പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ലാസ്റ്റ് എസ്എ ക്വസ്റ്റ്യനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അതിൻ്റെ 1/10 പോലും ടൈം കൺസ്യൂം ചെയ്യത്തില്ല. റൈറ്റ്. അപ്പം ഇതിന് വേണ്ടിയുള്ള പ്രിൻസിപ്പിൾ ഇതാണ്. ടോട്ടൽ Y പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ Y പാരാമീറ്റേഴ്സ്. അത് ഞാൻ Y11 പ്ലസ് Y-11. സിമിലർലി Y12 പ്ലസ് Y-12. സിമിലർലി Y21 പ്ലസ് Y-21. സിമിലർലി Y22 പ്ലസ് Y-22 ആയിരിക്കും. ഇവിടെ Y11 എന്ന് പറയുന്നത് ഈ സർക്യൂട്ടാണ്. Y-11 എന്ന് പറയുന്നത് ഇവിടെ സിമിലർ സർക്യൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി രണ്ടും സെയിം ആയിട്ട് തന്നെ വരും. അതായത് ഇവിടെ വരുന്നത് 2 തവണ, അതായത് Y11 ഇൻറ്റു 2 ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ Y മെട്രിക്സിൻ്റെ Y11 പാരാമീറ്റർ കിട്ടും. സിമിലർലി ബാലൻസ് ഉള്ളതിന് കാരണം വേറൊന്നുമല്ല, Y11ഉം Y-11ഉം ഇവിടെ സെയിം ആണ്. അതുകൊണ്ട് ഇൻറ്റു 2 ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ട്യൂട്ടോറിയൽസിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. Y പാരാമീറ്റർ ഇവാലുവേറ്റ് ചെയ്യാൻ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് ഡെൽറ്റ നെറ്റ്വർക്കാണ്. റൈറ്റ്. അപ്പം ഇതൊരു ഡയറക്റ്റ്ലി ഡെൽറ്റ നെറ്റ്വർക്ക് അല്ല, ബട്ട് ഇതിനെ ഒരു ഒറ്റ കൺവേർഷൻ വഴി നമുക്ക് ഡെൽറ്റ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഈ പോർഷൻ, അതായത് ഇതിപ്പോൾ ഒരു T നെറ്റ്വർക്കാണ് അല്ലെങ്കിൽ ഒരു Y നെറ്റ്വർക്കാണ്. ഇതിനെ എനിക്ക് ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു കൺവേർഷനോടുകൂടി നമുക്ക് ആൻസർ തന്നെ ഡയറക്റ്റ്ലി എഴുതാനും കഴിയും. അപ്പോൾ ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്യില്ലെങ്കിൽ ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ നെറ്റ്വർക്ക് തിയറിയുടെയും സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിൻ്റെയും ട്യൂട്ടോറിയൽസിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ്. അപ്പം ഇതിലേക്ക് ഞാൻ തിരിച്ച് വരുമ്പം
കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം. സിമിലർലി ഇവിടെയും ഒരു റെസിസ്റ്റൻസ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം. സിമിലർലി ഇവിടെയും ഒരു റെസിസ്റ്റൻസ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യണം. ഇതിനെ ഞാൻ RA ആയിട്ടും ഇതിനെ RB ആയിട്ടും ഇതിനെ RC ആയിട്ടും ഞാൻ ഡിനോട്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഈ RA RB RC എന്താണെന്നാണ്. RA എന്ന് പറയുന്നത് ന്യൂമറേറ്റർ പാർട്ട്, അതായത് ഇവ വെറും ജസ്റ്റ് Y to ഡെൽറ്റ അല്ലെങ്കിൽ സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷനാണ് ഞാൻ ചെയ്യുന്നത്. ന്യൂമറേറ്റർ പാർട്ടിൽ ഓരോ എലമെൻസും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അതായത് 1 × 2 പ്ലസ് 2 × 2 പ്ലസ് 2 × 1 ഡിവൈഡഡ് ബൈ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റെസിസ്റ്റൻസ്, അത് ഈ കേസിൽ 2 Ohm ആണ്. ന്യൂമറേറ്റർ നമുക്ക് എല്ലായിടത്തും വേണ്ടതാണ്, അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കാം. 2 + 4 4 + 2 6 6 + 2 8. അപ്പോൾ ന്യൂമറേറ്റർ 8 ആണ്, 8/2. അപ്പോൾ RA = 4 ആയിട്ട് വന്നു. സിമിലർലി നെക്സ്റ്റ് നമുക്ക് RB ചെക്ക് ചെയ്യാം. RB അഗെയിൻ ന്യൂമറേറ്റർ സെയിം ആണ്, 8 ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഇവിടെ 1 Ohm ആണ്. സോ 8 Ohm ആയിട്ട് ഒപ്റ്റേറ്റ്. സിമിലർലി നമുക്ക് ലാസ്റ്റ് കോമ്പിനേഷൻ ചെക്ക് ചെയ്യാം, അതായത് RC. അഗെയിൻ ന്യൂമറേറ്റർ സെയിം ആണ്, 8 ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്ന ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് 2 Ohm ആണ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന 2 Ohm ആണ്. സോ 8/2 = 4 Ohm. റൈറ്റ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെൽറ്റ നെറ്റ്വർക്ക് വരയ്ക്കും ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ. അപ്പോൾ ഫസ്റ്റ് RA ഉണ്ട്. RA എന്ന് പറയുന്നത് 4 Ohm ആയിട്ട് വന്നു. ഇവിടെ ഒരു RB ഉണ്ട്. RBയുടെ വാല്യൂ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 8 Ohm ആണ്. റൈറ്റ്. ഇനി ഇവിടെ ഒരു RC ഉണ്ട്. RCയുടെ വാല്യൂ 4 Ohm ആണ്. ഇനി ഇവിടെ യൂഷ്വലി വരുന്ന I1 ഉം V1 ഉം ഒക്കെ ഉണ്ട്. ഇനി ഇവിടെ ഒരു 4 Ohm കൂടെ ഉണ്ട്. ഇങ്ങനെയാണ് ഈ സർക്യൂട്ട് ഇരിക്കുന്നത്. ഇത് പ്യുവർലി ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 8 പാരലൽ 4 കൂടെ എനിക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 8 പാരലൽ 4 എന്ന് പറയുന്നത് 8 × 4 32/12. സോ ദാറ്റ് ഈസ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതോട് ഇത് 8/3 ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് ചേഞ്ച് ചെയ്യാണ്. ഈ സർക്യൂട്ടിൻ്റെ ഈ പോർഷൻ 8/3 ആയിട്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നു. സോ ഇപ്പോൾ ഈ രീതിയിലായി കഴിഞ്ഞു. ഇനി എനിക്ക് ഫസ്റ്റ് സെറ്റ് എഴുതാൻ പറ്റും. റൈറ്റ്. Y = ഇവിടുത്തെ അഡ്മിറ്റൻസിൻ്റെ ഈ നോഡിൽ വരുന്ന അഡ്മിറ്റൻസിൻ്റെ സമ്മാണ്. ആദ്യം ഒരു 4 Ohm ഉണ്ട്. 4 Ohmനെ അഡ്മിറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇൻവേഴ്സ് എടുത്താൽ മതി. സോ 1/4 + 1/4. റൈറ്റ്. ഈ നോഡിൽ ഈ 4 ഉണ്ട്, ഈ 4 ഉണ്ട്. അതുകൊണ്ട് 1/4 + 1/4. നെക്സ്റ്റ് ഇത് സെക്കൻഡ് നോഡാണ്. ഫസ്റ്റ് നോഡും സെക്കൻഡ് നോഡും Y12 ആണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോഡും സെക്കൻഡ് നോഡും ഷെയർ ചെയ്യുന്ന അഡ്മിറ്റൻസ് ഇമ്പിഡൻസ് 4 ആണ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് 1/4. ബട്ട് കണക്റ്റിംഗ് സൈൻ നെഗറ്റീവ് വരണം. കാര്യം കറണ്ടിൻ്റെ ഡയറക്ഷൻ രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ -1/4. സെയിം കാര്യം തന്നെയാണ് Y21 വരുന്നത്. ഇവിടെയും -1/4. ഇനി ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ അഡ്മിറ്റൻസ് എടുക്കുക. അതായത് 1/4 + 3/8. റൈറ്റ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 1/2 -1/4 -1/4 5/8. റൈറ്റ്. അപ്പോൾ ഇത് ഒരു നെറ്റ്വർക്കിൻ്റെ Y പാരാമീറ്ററാണ്. ഇതിൻ്റെ കൂടെ ഇതേ നെറ്റ്വർക്ക് തന്നെയാണ് വീണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ഇത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഡിവിജ്വൽ വാല്യൂസ് × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ Y മെട്രിക്സ് കിട്ടും. സോ ഫൈനൽ Y മെട്രിക്സ് എന്ന് പറയുന്നത് 1/2 × 2 ദാറ്റ് ഈസ് 1. അഗെയിൻ -1/2. ഇവിടെയും -1/2. നെക്സ്റ്റ് 5/4. റൈറ്റ്. അപ്പോൾ സോ ടോട്ടൽ Y മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോമിൽ കിട്ടും. ഇത് ഓർക്കണം, 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ഇത്രയും സ്റ്റെപ്സിൽ നമുക്ക് മിനിമൽ സ്റ്റെപ്സിൽ തന്നെ ഇത് കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഇനി ഈ എക്സാമിനേഷനെ റിലേറ്റ് ചെയ്യുമ്പോൾ ആ Y മെട്രിക്സും കൂടെ നിങ്ങൾ പ്രോപ്പർലി എഴുതണം. അതായത് I1 = Y11 V1 + Y12 V2. സിമിലർലി I2 = Y21 V1 + Y22 V2. ഈ കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർലി തന്നെ നിങ്ങൾ എഴുതണം. സ്റ്റാർ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് കഴിഞ്ഞാൽ ഈ അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ ചെയ്തു എന്നുള്ള കാര്യം മാർക്ക് ചെയ്തിരുന്നാൽ മതിയാകും. സോ നെറ്റ്വർക്ക് തിയറിയിൽ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ മോഡ്യൂളും തന്നെ വർക്കൗട്ട് ചെയ്ത് സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. സിമിലർലി 5 മോഡ്യൂളുകളും കംപ്ലീറ്റ് ട്യൂട്ടോറിയൽസ് വഴി ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്ലേ ലിസ്റ്റുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലുകാരുടെയും സിമിലർലി ഇലക്ട്രോണിക്സുകാരുടെയും നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് കംപ്ലീറ്റ്ലി തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഫർദർ വേറൊരു നെറ്റ്വർക്ക് ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു.